ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം? നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സുപ്രധാനമായ കുറച്ച് ചോദ്യങ്ങളാണ്. അവയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള PSC 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങൾ മാത്രം നമ്മൾ എടുത്തങ്ങ് പഠിക്കുവാൻ പോവുകയാണ്. ഇവയിൽ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ഇപ്പോൾ നടക്കുന്ന LGS LDC എക്സാമിൽ നമ്മൾ കണ്ടു കാണും. അപ്പോൾ നമ്മുടെ LGS എക്സാമിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25 മാർക്കിനോളം കേരള PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് അവ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിന്റെ ഫസ്റ്റ് സെറ്റ് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഏകദേശം ഒരു 2500 3000-ഓളം ക്വസ്റ്റ്യൻസ് ഇതുപോലെ 100 തവണയിൽ കൂടുതൽ PSC ആവർത്തിച്ചിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 25 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. എന്താണ് ഈ 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് പിന്നിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ ഉദ്യോഗാർത്ഥികളും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച മേഖലയിൽ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം തൃശൂർ ജില്ല. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയുന്ന വ്യക്തിത്വം ഏതാണ്? K കേളപ്പനാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ ജില്ല. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിത്വം K കേളപ്പൻ. കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ചമ്പാരൻ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്നറിയപ്പെടുന്നത് ചമ്പാരനാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം എന്നറിയപ്പെടുന്നത് ചമ്പാരൻ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. ആദ്യമായി നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം പുഴയാണ്. പഠിക്കുക. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം
നൈട്രജനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധനാണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. വരയാടുകൾക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇരവികുളം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഡി ആണ്. പഠിക്കുക. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം CPU. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം CPU. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന എഴുത്തുകാരൻ PC കുട്ടിക്കൃഷ്ണൻ. ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട് കായൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? വേമ്പനാട് കായലാണ്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ആണ്. ഒന്നുകൂടി പറയാം. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം CPU. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ PC കുട്ടിക്കൃഷ്ണൻ. ദേശീയ കായിക വിനോദം, അതായത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്നറിയപ്പെടുന്നത് ഹോക്കിയാണ്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ് വേമ്പനാട് കായൽ. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. പഠിക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാപം മലബാർ കലാപം. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാപം മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ജില്ല. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി വേലുത്തമ്പി ദളവ. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലാപം മലബാർ കലാപം. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഠിക്കുക. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണയാണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. പഠിച്ചോളനെ. ലോക പരിസ്ഥിതി ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 5 ആണ്. മനുഷ്യ ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്ന പേരിൽ അറിയപ്പെടുന്ന അവയവം കരളാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? അത് ശ്രീ ചിത്തിര തിരുനാളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം കണ. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. മനുഷ്യ ശരീരത്തിലെ രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് വികിരണത്തിലൂടെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ചിത്തിര തിരുനാളാണ്. പ്രാചീന കാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം കൊടുങ്ങല്ലൂരാണ്. പ്രാചീന കാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം കൊടുങ്ങല്ലൂരാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടി. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രാചീന കാലത്ത് മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം കൊടുങ്ങല്ലൂരാണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. പഠിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ ആരാ സുഹൃത്തുക്കളെ? അയ്യങ്കാളിയാണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ ജില്ല. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. സൈലന്റ് വാലി
വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവിനെയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. ശബ്ദ തീവ്രത അളക്കുവാനുള്ള യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് ഡെസിബൽ ആണ്. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ല. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവിനെയാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം പയ്യന്നൂർ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം ഏതാണ്? പയ്യന്നൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. കേരള പഴമ രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. പഠിച്ചോളനെ, കേരള പഴമ രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ലോക ജനസംഖ്യാ ദിനം എന്നറിയപ്പെടുന്നത് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ. കേരള പഴമ എന്ന് രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. ലോക ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് ജൂലൈ 11. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. നിശാന്തത ഏത് ജീവകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ജീവകം എയുടെ കുറവ് മൂലം. നിശാന്തത എന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ജീവകം എയുടെ കുറവ് മൂലം. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്നറിയപ്പെടുന്നത് പള്ളിവാസൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. നിശാന്തത ഏത് ജീവകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ അത് ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7 ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാ സുഹൃത്തുക്കളെ? 7. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താ? സാങ്പോ എന്നാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 7. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. മേൽമുണ്ട് സമരം എന്ന് അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരെന്ന് ചോദിച്ചാൽ ജെ തോംസൺ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ആണ്. ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന താപനില -273 ഡിഗ്രി സെൽഷ്യസ്. പഠിച്ചോളനെ, കേവല പൂജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന താപനില -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇലക്ട്രിക് ബൾബിന്റെ ഫിലമെന്റ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം ടങ്സ്റ്റൺ ആണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് ചോദിച്ചാൽ അത് കരളാണ്. കേവല പൂജ്യം എന്നറിയപ്പെടുന്ന താപനില -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ നാവിക അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്. കേരളത്തിലെ നാവിക അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം C ആണ്. ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം C ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, കേരളത്തിലെ
ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ നാവിക അക്കാദമിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഏഴിമല. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ശിവഗിരി. ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം സി ആണ്. ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വമാരാണ്? കെ കേളപ്പനാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ല. കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ല. മണ്ണിരയുടെ ശ്വസനാവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. മണ്ണിരയുടെ ശ്വസനാവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. കശുവണ്ടി വ്യവസായത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ജില്ല കൊല്ലം ജില്ല. മണ്ണിരയുടെ ശ്വസനാവയവം എന്നറിയപ്പെടുന്നത് ത്വക്കാണ്. പഠിക്കും. പോളിയോ രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ്. പോളിയോ രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ്. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ. ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 24 മണിക്കൂറിനുള്ളിൽ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പോളിയോ രോഗത്തിന് കാരണമാകുന്ന രോഗാണു വൈറസ് ആണ്. ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. പഠിക്കുക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പല്ലിലെ ഇനാമലാണ്. മനുഷ്യരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം എന്നറിയപ്പെടുന്നത് പല്ലിലുള്ള ഇനാമലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? റൂസോയുടെ വാക്കുകളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ് എന്നത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അത് റൂസോയുടെ വാക്കുകളാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത് ഫീമർ അല്ലെങ്കിൽ തുടയലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയൽ അല്ലെങ്കിൽ ഫീമർ ആണ്. ഒന്നുകൂടി പറയാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം പല്ലിന്റെ ഇനാമൽ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലക്കെട്ടിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? റൂസോയുടെ വാക്കുകളാണ്. വിമാനത്തിന് ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് ആണ്. ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി എന്നറിയപ്പെടുന്നത് തുടയൽ അല്ലെങ്കിൽ ഫീമർ ആണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. പഠിച്ചോളനെ, ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാനുള്ള അവകാശമാർക്ക് ലോക്സഭ സ്പീക്കറിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം. അന്റാർട്ടിക്കയിൽ ഇന്ത്യയുടെ പരിവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ ആണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട ജില്ല. പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓർണിത്തോളജി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ അത് മാങ്കുളമാണ്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി
പദ്ധതി തെന്മലയാണ്. കാർബണിന്റെ ഏറ്റവും കടുപ്പമേറിയ രൂപാന്തരം എന്നറിയപ്പെടുന്നത് വജ്രമാണ്. കാർബണിന്റെ ഏറ്റവും കടുപ്പമേറിയ രൂപാന്തരം എന്നറിയപ്പെടുന്നത് വജ്രമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദം. നിശബ്ദ കൊലയാളി എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പക്ഷികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓർണിത്തോളജി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് മാങ്കുളമാണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. കാർബണിന്റെ ഏറ്റവും കടുപ്പമേറിയ രൂപാന്തരം വജ്രമാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം രക്തസമ്മർദ്ദമാണ്. പഠിക്കുക. ഇന്ത്യയെയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖ. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യത്താണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അകാരണമായി തടവിലുള്ള ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അകാരണമായി തടവിലുള്ള ഒരാളെ കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ മക്മോഹൻ രേഖയാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അകാരണമായി തടവിലുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പ നദിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം ഏതാ? ഇന്ദിരാ പോയിന്റ് ആണ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ ആണ്. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? വില്യം ലോഗൻ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പമ്പ നദി. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ജില്ല. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഹീമോഗ്ലോബിൻ. മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. ഇത്രയുമായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഇത്രയുമായിരുന്നു നമ്മുടെ 100 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണിത്. ഇതിന്റെ അടുത്ത പാർട്ടുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഏകദേശം 3000-ഓളം ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.